സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും DA ഉയർത്തി 7-ൽ നിന്ന് 9% DA ഉയർത്തിയത്. കോളേജ് അധ്യാപകർക്കും ജുഡീഷ്യൽ ഓഫീസർമാർക്കും ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. ഓൾ ഇന്ത്യ സർവീസ് ഓഫീസർമാർക്ക് ക്ഷാമബത്ത 46%. അൽ അമീൻ നൽകും കൂടുതൽ വിവരങ്ങൾ. അൽ അമീൻ, ആശ്വാസകരമായ ഒരു പ്രഖ്യാപനം വരുന്നു. DAയിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ വർധനവ് നടപ്പാവുക? പുതിയ പ്രഖ്യാപനം ആശ്വാസകരമാണ്. പക്ഷേ എത്ര കണ്ട് നടപ്പാക്കുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. കാരണം 2021 ജനുവരി മുതൽ ഉള്ള 7 ഗഡു കുടിശ്ശികയാണ് DA കാര്യത്തിൽ ഇപ്പോഴും ജീവനക്കാർക്ക് ലഭിക്കാനുള്ളത്. അതിൽ ജനുവരിയിലെ കുടിശ്ശിക ഈ ഏപ്രിൽ മാസത്തെ ശമ്പളത്തിൽ നൽകുമെന്ന് നേരത്തെ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പോലും 6 ഗഡു കുടിശ്ശികയായി നിൽക്കും. ഇതിനിടെയാണ് ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു എന്നുള്ള ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും കേന്ദ്ര സർവീസ് ഉദ്യോഗസ്ഥർക്കും അടക്കമാണ് ക്ഷാമബത്ത വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വിരമിച്ച വിവിധ വിഭാഗങ്ങൾക്കുള്ള ക്ഷാമാശ്വാസവും ഉയർത്തിയിട്ടുണ്ട്. ഇതിൽ അധ്യാപകരുടെയും അതുപോലെ തന്നെ ജീവനക്കാരുടെയും ക്ഷാമബത്ത 7-ൽ നിന്ന് 9% ഉയർത്തിയിരിക്കുന്നത്. കോളേജ് അധ്യാപകർ, എഞ്ചിനീയറിംഗ് കോളേജിലെയും മെഡിക്കൽ കോളേജിലെയും അധ്യാപകരുടെ ക്ഷാമബത്ത 17% നിന്ന് 31% ഉയർത്തിയിട്ടുണ്ട്. വിരമിച്ച അധ്യാപകർക്കും ഇതേ നിരക്കിൽ ക്ഷാമാശ്വാസം ലഭിക്കും. ഒപ്പം ജുഡീഷ്യൽ ഓഫീസർമാരുടെ ക്ഷാമബത്ത 38% നിന്ന് 46% മാറുകയും ചെയ്യും. വിരമിച്ച ഓഫീസർമാരുടെ ക്ഷാമാശ്വാസ നിരക്കും 46% ആക്കിയിട്ടുണ്ട്. അതോടൊപ്പം IAS, IPS, IFS ഉൾപ്പെടെ ഓൾ ഇന്ത്യ സർവീസ് ഓഫീസർമാരുടെ ക്ഷാമബത്ത നിലവിൽ 42%. അത് 46%മായും ഉയർത്തിയിട്ടുണ്ട്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശമ്പള പ്രതിസന്ധി വന്നപ്പോൾ തന്നെ സർക്കാർ ജീവനക്കാരിൽ പലരും സർക്കാരിനെതിരെ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പരിഹരിക്കുക കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ അങ്ങനെ ഉത്തരവിറങ്ങുമ്പോഴും നടപ്പിലാക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് സർക്കാർ ജീവനക്കാർ ചോദിക്കുന്നത്. കാരണം 2021 മുതൽ 2024 വരെ 7 ഗഡു കുടിശ്ശികയാണ് ഇപ്പോഴും ജീവനക്കാർക്ക് ലഭിക്കാനുള്ളത്. അതിൽ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് 2021 ജനുവരിയിലെ കുടിശ്ശിക 2% കുടിശ്ശിക ഈ ഏപ്രിൽ മാസത്തെ ശമ്പളത്തിൽ നൽകുമെന്നുള്ളതാണ്. അത് നൽകിയാൽ പോലും വീണ്ടും 6 ഗഡു കുടിശ്ശിക നിൽക്കുമ്പോഴാണ് ഇപ്പോൾ അത് കൂട്ടിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. എത്ര കണ്ട് നടപ്പാകുമെന്നുള്ളൊരു ചോദ്യമാണ് സർക്കാർ ജീവനക്കാർ ഉന്നയിക്കുന്നത്. അതായത് ഇപ്പോൾ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു എന്നുള്ള വാർത്ത വരുമ്പോഴും അതിന്റെ ഈ കുടിശ്ശിക കിടക്കുന്നതിനെ കുറിച്ചുള്ള അതിൽ ഒരു പരിഹാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും തീരുമാനമായിട്ടില്ല എന്നതാണ് നമ്മൾ ഈ കൊടുക്കുന്ന വാർത്തയോടൊപ്പം തന്നെ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, അല്ലേ അമീൻ? തീർച്ചയായിട്ടും ഈ ഒരു പ്രഖ്യാപനം ആശ്വാസമാണ്, വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ ആ പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുങ്ങുമോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ വർധനവ് കയ്യിൽ കിട്ടാൻ എത്ര നാൾ എടുക്കുമെന്നൊരു ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. കാരണം കഴിഞ്ഞ 2-3 വർഷമായി പറഞ്ഞ 2021 ജനുവരി മുതൽ ഇങ്ങോട്ടുള്ള 7 ഗഡു കുടിശ്ശിക ഇപ്പോഴും അവർ ജീവനക്കാർക്ക് ലഭിക്കാനുണ്ട്. അത് എപ്പോൾ പൂർണ്ണമായും കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനം 2021 ജനുവരിയിലെ 2% കുടിശ്ശിക ഈ ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നുള്ളതാണ്. അങ്ങനെ നൽകിയാൽ പോലും 6 ഗഡു കുടിശ്ശിക അവിടെ നിൽക്കുകയാണ്. അത് നിലനിൽക്കുകയാണ് പുതിയ ഇത് ക്ഷാമബത്ത വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഈ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായുള്ള വിവരമൊന്നും ഈ വാർത്താക്കുറിപ്പിനോടൊപ്പം ധനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നില്ല. പ്രഖ്യാപനം സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരവും വളരെ മോഹന വാഗ്ദാനവുമാണ്. അത് എത്ര കണ്ട് നടപ്പാകും എന്നൊരു ചോദ്യമാണ് പ്രധാനമായും സർക്കാർ ജീവനക്കാർ ഉന്നയിക്കുന്നത്. ഓക്കെ, അൽ അമീനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.